നമസ്കാരം. സംസ്ഥാനത്തെ ഒരു പ്രധാന പദ്ധതി പ്രഖ്യാപിക്കുമ്പോഴും തലസ്ഥാനത്തെ പല മണ്ഡലങ്ങളും നിയമസഭാ മണ്ഡലങ്ങളും ഇല്ലാതെ MLA-മാർക്ക് പ്രാതിനിധ്യമില്ലാതെ പോകുമ്പോഴും യാതൊരു പരാതിയുമില്ല എന്നുള്ളിടത്താണ് നമ്മുടെ തലസ്ഥാനം അങ്ങ് അടിവെച്ച് കയറുന്നത്. ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ഇടതുപക്ഷ സർക്കാരിൻ്റെ വലിയ നേട്ടമായിട്ടാണ് ധനമന്ത്രി വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെടുത്തി കൊല്ലം പുനലൂർ ട്രയാങ്കിൾ മുനമ്പ് പ്രഖ്യാപിച്ചത്. എന്തുകൊണ്ടാണത് ട്രയാങ്കിളായി പോയതെന്ന് ഇവിടുത്തെ തിരുവനന്തപുരത്തെ ഒരു പ്രതിപക്ഷമോ ഭരണപക്ഷമോ ഒരു MLA പോലും തിരിച്ചു ചോദിച്ചില്ല. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളെല്ലാം ഒഴിവായി. പാറശാല ഒഴിവായി, നെയ്യാറ്റിൻകര ഒഴിവായി, അരുവിക്കര ഒഴിവായി, വട്ടിയൂർക്കാവ് ഒഴിവായി. ഇത്ര അധികം മണ്ഡലങ്ങൾ ഒഴിവായിട്ടും ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA-ക്ക് പോലും പ്രതിഷേധമില്ല എന്നുള്ളിടത്ത് തലസ്ഥാനത്തെ ഈ ഇത്രയും ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ഒഴിവാക്കിക്കൊണ്ടാണ് തിരുവനന്തപുരം, കൊല്ലം, പുനലൂർ. എന്തുകൊണ്ട് പുനലൂർ എടുത്തെന്ന് ചോദിച്ചാൽ ധനമന്ത്രിയുടെ മണ്ഡലമാണ് കൊട്ടാരക്കര. ഇപ്പൊ വികസനം കൊട്ടാരക്കര എത്തണം, പക്ഷേ പാറശാല എത്താൻ പാടില്ല, പൊഴിയൂരിൽ എത്താൻ പാടില്ല, നെയ്യാറ്റിൻകരയിൽ എത്താൻ പാടില്ല. അതാണ് ഈ ത്രികോണ പദ്ധതിയുടെ ഏറ്റവും വലിയ മെച്ചം. അത് ത്രികോണം മാറ്റി ചതുഷ്കോണമാക്കണം. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പണ്ട് പറഞ്ഞിട്ടില്ല, അതുപോലെ ഒരു ചതുഷ്കോണമാക്കണം. പുനലൂരും കൊല്ലവും അപ്പുറം പോയാലും നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ തലസ്ഥാനത്തെ എങ്ങനെയാണ് ഒഴിവാക്കുന്നത്? നെയ്യാറ്റിൻകരയും പാറശാലയും പോലുള്ള മണ്ഡലങ്ങൾ എങ്ങനെയാണ് അവർക്ക് വികസനം വേണ്ടേ? അവിടെ ഈ പറയുന്ന വിഴിഞ്ഞത്തിന്റെ ഇമ്പാക്റ്റ് അവിടെ എത്തണ്ടേ? എന്തുകൊണ്ടാണ് ഭരണകക്ഷിയിലെ ഒരു MLA-യും പ്രതിഷേധം ഉയർത്താത്തത്? ഇത് തന്നെയാണ്. MLA ആയാലും MP ആയാലും ആർക്കും ഒരു പ്രതിഷേധവുമില്ല. അവര് ശിഷ്ടകാലം 5 കൊല്ലം സേഫാണല്ലോ. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ 5 കൊല്ലം സേഫാണ്, പാർട്ടിയുടെ അടിമകളായിട്ട് മുന്നോട്ട് പോവുക. ഇത് പറയാൻ കാരണം ഇവിടെ കേന്ദ്രത്തിന്റെ ഒരു പുതിയ പദ്ധതി അറിയാനിടയായി. രാജ്യത്തെ ആദ്യത്തെ മദർ പോർട്ടിന് 818 കോടി രൂപ കൊടുക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. 1000-ഉം 2000-ഉം 3000-ഉം എടുത്ത് കൊടുക്കുന്നതിന് ഇവിടെ ആരും അറിയുന്നുമില്ല, ഒരു എതിർപ്പുമില്ല. The total funds released by MCDIT എന്ന് പറയുന്നത് ഈ പറയുന്ന നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് പ്രോഗ്രാം, പുതിയൊരു കോറിഡോറിനെ കുറിച്ചിട്ടാണ്. MI അല്ല, NICDIT. The total funds released by NICDIT till December 3, ഈ 3-ാം തീയതി വരെ 2024 to MITL എന്ന് പറയുന്നത് ചന്ദ്ര ബിഡ്കിൻ ഇൻഡസ്ട്രിയൽ ഏരിയയ്ക്ക് വേണ്ടി രൂപം കൊടുത്ത ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ്. അവർക്ക് വേണ്ടി till December 2024 to MITL as equity is rupees 3000 crore. 3000 കോടി രൂപയാണ് എടുത്ത് കൊടുത്തിരിക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞു. ഈ ഡിസംബർ 3-ാം തീയതി വരെ കൊടുത്തു കഴിഞ്ഞു. ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ട്രങ്ക് ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദി SBIA. എന്താണ് SBIA? ചന്ദ്ര ബിഡ്കി ഇൻഡസ്ട്രിയൽ ഏരിയ. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ആ പ്രദേശത്തുള്ള ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോറിന് വേണ്ടി 3000 കോടി രൂപ ഇതിനകം കൊടുത്തു കഴിഞ്ഞു. ആരാണ്? നമ്മുടെ കൊമേഴ്സ് മിനിസ്റ്റർ ഇൻ എ റിലീസ് പറയുകയാണ്. മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ജിതിൻ പ്രസാദയാണ് പറയുന്നത്. മഹാരാഷ്ട്രയിൽ 3000 കൊടുക്കുമ്പോൾ കേരളത്തിന് 818 കോടി രൂപ കൊടുക്കുന്നതാണ് പാർലമെന്റിൽ വരെ ചർച്ചയാകുന്ന വിഷയവും ചോദ്യം ചെയ്യുന്ന വിഷയവും. ഇങ്ങനെ ഒരു കോറിഡോറിന് വേണ്ടി ഇപ്പൊ കേരളത്തിൽ കോറിഡോർ വേണ്ടേ? വിഴിഞ്ഞം പദ്ധതി വരുമ്പോൾ വിഴിഞ്ഞവുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള കോറിഡോർ ഇവിടുത്തെ ഏതെങ്കിലും ഇന്നലെയോ വിഴിഞ്ഞാന്ന് ഒക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ 28 MP-മാർ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. എവിടെയാണ് അവർ പോയിരിക്കുന്നത്? പ്രത്യേകിച്ച് തലസ്ഥാനത്തെ 2 MP-മാർ. ഒരാൾ കുരങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു പോസ്റ്റർ എനിക്ക് ആരും അയച്ചു തന്നു. ഇത്രയും വിചിത്രമായ MP-മാരിയ്ക്കുമ്പോൾ ഈ 3000 കോടി രൂപയൊക്കെ ഓരോരുത്തർ കൊണ്ടുപോകുന്നതിൽ നമ്മൾ പോലെ അതിശയം വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? നമുക്ക് 818 പോലും വാങ്ങിച്ചെടുക്കാനുള്ള ത്രാണിയുള്ള ഒരു MP-യെ പോലും നമ്മുടെ നാട്ടിൽ കാണാനില്ല. എന്തായിരുന്നു ആ പദ്ധതി? The government is developing industrial corridor projects as part of the National Industrial Corridor Development Program. ഇതാണ് 3000 കൊടുത്തതിൻ്റെ
പശ്ചാത്തലം. The government is developing industrial corridor projects as part of the National Industrial Corridor Development Program for the development of greenfield. നമ്മളല്ലേ ആദ്യം വരേണ്ടത്. For the development of greenfield industrial areas, regions and nodes in order to compete with the world's top manufacturing and investment destinations. ഇവിടെ അന്താരാഷ്ട്ര തലത്തിൽ മത്സരം തുടങ്ങിക്കഴിഞ്ഞ കേരളത്തെ, തിരുവനന്തപുരത്തെ ഈ പട്ടികയിലൊന്നും ആരും ഉൾപ്പെടുത്തുന്നില്ല. ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോറുമില്ല. കേരളം മുഴുവനും ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോർ തിരുവനന്തപുരം, തിരുനെൽവേലി, തൂത്തുക്കുടി, ചെന്നൈ, മറ്റൊരു കോറിഡോർ ഏതെങ്കിലും എം പി ആവശ്യപ്പെടുന്നുണ്ടോ? കേരളത്തിൽ ഏതെങ്കിലും ഒരു എം പി കേരളം വിടുക, അവർക്കാർക്കും തലസ്ഥാനത്തെ വിഷയത്തിൽ താല്പര്യം. ഇവിടുത്തെ 2 എം പിമാർ എന്ത് ചെയ്യുന്നു? അവർക്കാർക്കെങ്കിലും ഇങ്ങനെ ഒരു കോറിഡോറിന്റെ സാധ്യത അറിയാമോ? തിരുവനന്തപുരം ചെന്നൈ കോറിഡോറിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയാമോ? അത്തരത്തിലുള്ള ഗ്രീൻഫീൽഡ് കോറിഡോറുകൾ ഡെവലപ്പ് ചെയ്യാനാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിട്ടിരിക്കുകയും മഹാരാഷ്ട്രയ്ക്ക് 3000 കോടി അനുവദിക്കുകയും ചെയ്തു. കേരളത്തിന് ഇതിനകത്ത് അവകാശമുണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഉത്തർപ്രദേശിലെ പ്രൊജക്ട്. 2 projects, namely IMC Agra and IMC Prayagraj, proposed by the state government, have been considered and approved by the government of India in August 24. കൊമേഴ്സ് മിനിസ്ട്രി എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ 2 ഇൻഡസ്ട്രിയൽ കോറിഡോർ അനുവദിച്ചു. അപ്പോൾ സംസ്ഥാനങ്ങൾക്കകത്തുള്ള പദ്ധതികൾ കേന്ദ്രത്തിന് സമർപ്പിച്ച് അനുവാദം വാങ്ങിയെടുക്കാൻ കഴിയണമല്ലോ. ഇക്കാര്യത്തിൽ കേന്ദ്രം ഇങ്ങോട്ട് കനിഞ്ഞനുഗ്രഹിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കേണ്ട ആരും. നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ട് വാങ്ങിച്ചെടുക്കേണ്ട പദ്ധതികളാണ് ഈ പറയുന്ന ഉത്തർപ്രദേശിൽ നമ്മൾ കാണുന്നത്. ഇനി ദേശീയ തലത്തിലുമുണ്ട്. 2-3 സംസ്ഥാനങ്ങൾ കടന്നു പോകുന്ന പദ്ധതികളുണ്ട്. 2-3 സംസ്ഥാനങ്ങൾ കടന്നു പോകുന്ന ഏകദേശം ദൂരം എത്രയാണെന്നറിയാമോ? 1879 കിലോമീറ്റർ. 1879 കിലോമീറ്റർ വരുന്ന അമൃത്സർ കൊൽക്കത്ത, എവിടെയാണ്? പഞ്ചാബിൽ നിന്ന് തുടങ്ങി ഇങ്ങ് കിഴക്കൻ തീരത്ത് വരുന്ന, കൊൽക്കത്തയിൽ വരുന്ന ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോർ. എന്താണ് അതിന്റെ പേര്? അണ്ടർ NICDP, ദി അമൃത്സർ കൊൽക്കത്ത ഇൻഡസ്ട്രിയൽ കോറിഡോർ, AKIC, ഹാസ് ബീൻ കൺസെപ്ച്വലൈസ്ഡ് ഓൺ ദ ബാക്ക് ബോൺ ഓഫ് ദി EDFC. EDFC എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ. അപ്പോൾ പഞ്ചാബ് മുതൽ വെസ്റ്റ് ബംഗാൾ വരെ 3-4 സംസ്ഥാനങ്ങൾ കടന്നു പോകുന്നതും ഇതിനകത്ത് വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരവും ചെന്നൈയും കേരളവും തമിഴ്നാടും കടന്നു പോകുന്ന ഒരു കോറിഡോറിനും ആർക്കും എതിര് പറയാൻ പറ്റില്ല, പ്രൊവൈഡഡ് നമ്മളത് ആവശ്യപ്പെടണം. അല്ലാതെ കേന്ദ്രം നമ്മുടെ തലയിൽ ഇത് കൊണ്ടുവച്ച് തരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നാൽ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾ ചോദിക്കുന്ന 818 കോടി രൂപ പോലും തരുന്നില്ല. പക്ഷെ മഹാരാഷ്ട്രയിൽ 3000 അനുവദിച്ചതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റും, നമുക്കും ഇതുപോലുള്ള കോറിഡോറുകൾ അനുവദിക്കണം. ഇവിടെ ഇപ്പോൾ ഒരു പാലക്കാട് കോറിഡോർ ഉണ്ട്, 100 കോടി രൂപ നൽകാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. 100 കോടി രൂപ ഇവിടെ 3000 കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ഇത്തരം പദ്ധതികൾ വന്നാൽ മാത്രമാണ് വിഴിഞ്ഞ പദ്ധതി അതിന്റെ പൂർണ്ണ പ്രയോജനം ജില്ലയ്ക്കും സംസ്ഥാനത്തിനും രാജ്യത്തിനും കിട്ടുകയുള്ളൂ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഈ പറയുന്ന തരത്തിലുള്ള നമ്മുടെ MP-മാർ പരിശ്രമിക്കണം. ഇല്ലെങ്കിൽ ജനങ്ങൾ കുറച്ച് വൈകിയാണെങ്കിൽ, ഇതൊക്കെ പറയുമ്പോൾ കുറച്ച് വൈകും, ജനങ്ങൾ നേരിട്ട് ഇറങ്ങി പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ കുറച്ച് വൈകും. MP-മാർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടത്താം. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ MP-മാർ ജനങ്ങളുടെ വിഷയത്തിലല്ല അവർക്ക് താല്പര്യം, അവരുടെ സ്വന്തം കാര്യങ്ങളിലൊക്കെയാണ് അവർക്ക് താല്പര്യം. നമ്മളൊരു ക്വിസ് പ്രോഗ്രാം നടത്തിയ ക്ഷീണം തീർന്നിട്ടില്ല അല്ലേ? അടുത്തൊരു ക്വിസാണ് ഇനി വരുന്നത്. ആദ്യത്തെ ക്വിസിൽ സമ്മാനം അടിച്ച അക്ഷയ് സമ്മാനം വെച്ച് സമ്മാനം സ്പോൺസർ ചെയ്ത മോഹൻജി കാത്തിരിക്കുകയാണ്. വിമാനമൊക്കെ പറത്തി കഴിഞ്ഞ് സമയം കിട്ടുമ്പോഴല്ലേ അക്ഷയ്ക്ക് പോയി വാങ്ങാൻ പറ്റുള്ളൂ. എന്തായാലും ഇന്നത്തെ ക്വിസിന് ഇതുവരെ സ്പോൺസർ ആയിട്ടില്ല. പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും സ്പോൺസർ ആവാം. വളരെ രസകരമായി നമ്മുടെ കൃഷ്ണകുമാർ ഇതുവരെ ട്രാക്ക് ചെയ്തതിൽ 94 കപ്പലുകളെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരാൻ സാധ്യതയുള്ള 94. ഇപ്പോൾ ഇവിടെ 84, 84 ഇപ്പോൾ വാർഫിലുണ്ട്. റെക്കോർഡിങ്ങിന്റെ സമയത്ത് സരിസ്കാവി 83, മറിയ ക്ലാര 84. ഇങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നതെങ്കിൽ കൃഷ്ണകുമാർ 94 വരെ അദ്ദേഹത്തിന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് എൽസ, ദിയ, ഇലിനോയിസ്, മക്കത്തോ, അലിസി, ക്രിസ്റ്റൽ, സ്വാപ് 7, ക്ലെവൻ, അറോറ, ഡെയ്ല, ഇവിടെ വന്ന ഡെയ്ല ഉൾപ്പെടെ അദ്ദേഹം 94 കപ്പലുകൾ ഇപ്പൊ തന്നെ അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഇവിടെ വരാൻ സാധ്യതയുള്ളത്. ചോദ്യം, 100ാമത്തെ കപ്പൽ ഏതായിരിക്കും? നമ്മുടെ തുറമുഖത്ത് അടുക്കാൻ പോകുന്ന 100ാമത്തെ കപ്പൽ ഏതായിരിക്കും? പ്രേക്ഷകർക്ക് ഒരു മനക്കണക്ക് കൂട്ടി ഒരു ഗെസ്റ്റിമേഷൻ നടത്തി വിവരം അറിയിക്കാം.
സമ്മാനം പ്രേക്ഷകരിൽ ആരെങ്കിലും തന്നെ പ്രഖ്യാപിക്കും. എന്തായാലും നമ്മൾ 100 എന്നുള്ള ഒരു മാന്ത്രിക നമ്പറിലോട്ട് അടുക്കുകയാണ്, കുതിക്കുകയാണ്. വാസ്തവത്തിൽ ഇപ്പോൾ തന്നെ കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് കപ്പലുകൾ 14 കപ്പലോളം വന്നിട്ടുണ്ട്. 14-15ഓളം കപ്പലുകൾ ഈ 13-ാം തീയതി ആകുമ്പോൾ വന്നിരിക്കുകയാണ്. 12-13 ആകുമ്പോൾ തന്നെ ഇത്രയും കപ്പലുകൾ വന്നു. അതുകൊണ്ട് ഈ മാസം കുറച്ചുകൂടെ റെക്കോർഡ് കടക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും 100ാമത്തെ കപ്പൽ ഏതാണെന്ന് പ്രവചിക്കുവാനുള്ള അവസരം പ്രേക്ഷകർക്ക് നൽകുന്നു. അറിയാവുന്ന കപ്പലിന്റെ പേർ, ഊഹിക്കുന്ന കപ്പലിന്റെ പേർ 9847124633 അറിയിക്കുക, വാട്സാപ്പ് ചെയ്യുക. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.